അപ്പോൾ ഹലോ ഗൈസ്, നമ്മളൊരു പുതിയ വീഡിയോ ഉണ്ടാക്കാൻ പോവാണ്. ഇന്ന് നമ്മൾ ഒരു പുതിയ യൂണോ കളിക്കുന്ന ഒരു വീഡിയോ ഉണ്ടാക്കാൻ പോവാണ്. പിന്നെ നമ്മൾ യൂണോ കളിക്കുമ്പോൾ നമ്മൾ പീക്കാച്ചു എഡിഷൻ വെച്ചിട്ടാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ആദ്യം നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം എന്തൊക്കെയാണ് ഫീച്ചർന്ന്, ഇതിൻ്റെ എങ്ങനെ കളിക്കുന്നതെന്ന്. ഇതെന്ന് വെച്ചാൽ ആദ്യം സ്റ്റീയാമോള് ഈ 0 വെച്ചെന്ന് വിചാരിക്കും. പീക്കാച്ചൂടെ 0 വെച്ചെന്ന് വിചാരിക്കും. അപ്പോൾ സ്റ്റീയാമോക്ക് ഏതെങ്കിലും ബ്ലൂ കളറും വയ്ക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും 0 വയ്ക്കാം. ഫോർ എക്സാമ്പിൾ കണ്ടോ, നിങ്ങൾക്ക് കാണാമല്ലോ, കണ്ടോ ഇത് 0യാ. ഇത് 0 ആയതുകൊണ്ട് സ്റ്റീയാമോക്ക് വയ്ക്കാൻ കുഴപ്പമില്ല. അപ്പം അത് വേറെ കളറും ആയാലും, പിന്നെ ബ്ലൂയുടെ സെയിം 0 ആയാലും വെച്ചാലും ഒരു കുഴപ്പമില്ല. അങ്ങനെയാണ് കളി പോകണ്ടേ. പിന്നെ പിന്നെ കുറേ കാർഡ്സ്, 5 ടൈപ്പ് ഓഫ് കാർഡ്സ് ഉണ്ട്. 5, 6, 7, 8 ടൈപ്സ് ഓഫ് കാർഡ്സ് ഉണ്ട്. ഒരെണ്ണം റെഡ് കാർഡ്, യെല്ലോ കാർഡ്, ബ്ലൂ കാർഡ്, ഗ്രീൻ കാർഡ്. ഈ 4 കാർഡ്സ് നോർമൽ കളിയുടെ കാർഡ്സാണ്. പക്ഷെ ബ്ലാക്ക് കാർഡ്സ്, +2 കാർഡ്സ്, റിവേഴ്സ് കാർഡ്സ്, പിന്നെ സ്കിപ്പ് കാർഡ്സ് ഒക്കെ എല്ലാം ആണ് മറ്റേ കളി ചേഞ്ച് ചെയ്യുന്ന കാർഡ്സ്. ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ആദ്യം ഞാൻ സ്കിപ്പ് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, ഇപ്പം ഞാൻ ഒരു ബ്ലൂ 0 വെച്ചെന്ന് വിചാരിക്കും. ആ ബ്ലൂ 0 എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ഇത് വെച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ വയ്ക്കണം. ഒന്നും കൂടെ വെച്ചിട്ട് നമുക്ക് ഏതെങ്കിലും കളർ വയ്ക്കാം. ഇത് വെച്ചിട്ട് ഒന്നുകൂടെ വെച്ചാൽ നമുക്ക് ഏതെങ്കിലും കളർ എടുക്കാം. അതാണ് സ്കിപ്പ് കാർഡ്. പിന്നെ സ്കിപ്പ് കാർഡിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം ഈ നിങ്ങൾക്കറിയാലോ, ആദ്യം കാർഡൊക്കെ തീർന്നു പോകുന്ന അവരൊക്കെ ആയിരിക്കും ജയിക്കുന്നത്. പിന്നെ സെക്കൻഡ് പ്ലേസിലുള്ള ആളെ കണ്ടുപിടിക്കുന്ന ആൾക്ക് 500 പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിലോ എവിടെയെങ്കിലും യൂട്യൂബിലോ വല്ലതും നോക്കിക്കോ. ഓക്കെ, പിന്നെ സ്കിപ്പ് കാർഡ് കഴിഞ്ഞ് നമ്മൾ ഇനി അടുത്തത് നോക്കട്ടെ. ഇനി അടുത്തത് റിവേഴ്സ് കാർഡ്. റിവേഴ്സ് കാർഡ് എന്ന് വെച്ചാൽ ഇതാണ് റിവേഴ്സ് കാർഡ്. കണ്ടോ, ഈ 2 ആരോ ഉള്ള റിവേഴ്സ് കാർഡ് എന്ന് വെച്ചാൽ ഞാൻ റിവേഴ്സ് കാർഡ് വെച്ചെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ ഒന്നും കൂടെ ചെയ്യണം, മറ്റേ സ്കിപ്പ് കാർഡ് പോലെ. പക്ഷെ ഒരു പ്രശ്നമുള്ളൂ, ഈ സ്കിപ്പ് കാർഡ് വെച്ച് കഴിഞ്ഞാൽ, സ്കിപ്പ് കാർഡല്ല, റിവേഴ്സ് കാർഡ് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഈ ഓർഡർ ചേഞ്ച് ആവും. ഇപ്പം 3 പേരുണ്ടായിരുന്നു വിചാരിക്കുക, 4 പേരുണ്ടായിരുന്നു വിചാരിക്കുക. ആദ്യം ഞാൻ ചെയ്യും, സ്റ്റീമോൾ ചെയ്യും, പിന്നെ ഒരാൾ ചെയ്യും, പിന്നെ ഒരാൾ ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഇത് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ചേഞ്ച് ആവും. ആദ്യം ഞാൻ ചെയ്യും, പിന്നെ മറ്റാൾ ചെയ്യും, പിന്നെ സ്റ്റീമോൾ ചെയ്യും, പിന്നെ ഞാൻ ചെയ്യും. അങ്ങനെ ഓർഡർ മാറ്റുന്ന. അടുത്തത് നിങ്ങൾക്ക് ബ്ലാക്ക് കാർഡ്സ് എക്സ്പ്ലെയിൻ. ബ്ലാക്ക് കാർഡ്സ് അല്ലല്ല, വെയിറ്റ്, ബ്ലാക്ക് കാർഡ്സ് അല്ല, വേറെ +2 കാർഡ്സ് എക്സ്പ്ലെയിൻ ചെയ്തത്. +2 എന്ന് വെച്ചാൽ ഞാൻ റെഡ് കിട്ടുമ്പോൾ +2, ഈ +2 വെച്ചെന്ന് വിചാരിക്കും. ഈ +2 വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ടേണുള്ള ആള് 2 മോർ കാർഡ്സ് വെക്കണം. 2 മോർ കാർഡ്സും കൂടെ വെക്കണം. ഇനി ഞാൻ ബ്ലാക്ക് കാർഡ്സ് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ബ്ലാക്ക് കാർഡ്സ് ഓക്കെ, ആദ്യത്തേതാണ് കളർ ചേഞ്ചിങ് കാർഡ്. ഇതാണ് കളർ ചേഞ്ചിങ് കാർഡ്. പക്ഷെ നിങ്ങൾ മേടിക്കുമ്പോൾ കിട്ടുന്ന വേറെ ആയിരിക്കും. ഞാൻ പീക്കാച്ചു എഡിഷൻ്റെ മേടിച്ചാണല്ലോ ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ ഈ സിമ്പിൾ സെയിം ആയിരിക്കും. ഇതാണ് കളർ ചേഞ്ചിങ് കാർഡ്. ഇത് നമ്മൾ
ഏത് കളറായാലും ഏത് സമയത്തായാലും വെക്കാം, കുഴപ്പമില്ല. ഇത് വെച്ച് കഴിഞ്ഞാൽ കളർ നമുക്ക് ചൂസ് ചെയ്ത് ചേഞ്ച് ചെയ്യാം. ഇപ്പം ഞാൻ ഇത് ഈ +2 വയ്ക്കുകയെന്ന് വിചാരിക്കും. ഞാൻ +2 എടുത്തു, സോറി +2 അല്ല, ഒരു 0 വയ്ക്കുകയെന്ന് വിചാരിക്കുക. എന്നിട്ട് എനിക്ക് ഞാൻ ഇത് വയ്ക്കും. ഞാനിത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏതെങ്കിലും കളർ ചൂസ് ചെയ്ത് ചേഞ്ച് ചെയ്യാം. ഈ സ്മാർട്ട് ഇൻ്റലിജൻ്റ് യൂണോ പ്ലെയേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും എന്നറിയോ, അവരുടെ കയ്യിൽ ഇരിക്കുന്ന കാർഡ്സ് എത്ര ബ്ലൂ, എത്ര യെല്ലോ, എത്ര ഗ്രീൻ, എത്ര റെഡ് ഉണ്ടെന്ന് നോക്കും. എന്നിട്ട് ഏറ്റവും കൂടുതൽ ഏതാ ഉള്ളത് അവര് ആ കളർ അവർ ഇത് ചൂസ് ചെയ്യും. അതാണ് അവർ ഇന്റലിജന്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നത്. ഞാൻ യൂഷ്വലി അങ്ങനെയൊക്കെയാ ചെയ്യാറ്. ഓക്കെ, ഞാൻ അടുത്തത് +4 കാർഡ്. നമ്മുടെ +4 കാർഡ് എന്ത് ചെയ്യും? ഓക്കെ, ഇതാണ് +4 കാർഡ്. +4 കാർഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ +2 കാർഡ്സ് പോലെയാ. നമ്മൾ +4 കാർഡ്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ടേണിലുള്ള ആൾ +4 കാർഡ്സ് വെക്കണം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഈ സാധനം നമുക്ക് ഈ സ്റ്റീമർ റെഡ് ഏതെങ്കിലും കളർ വെച്ചെന്ന് വിചാരിക്കുക, റെഡ് കളറുള്ള കാർഡ് വെച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് ഒരു കാർഡുമില്ല റെഡ് വയ്ക്കാൻ. അപ്പോൾ ഞാൻ ഇത് ഇടണം. പക്ഷെ എനിക്ക് റെഡ് ഉണ്ടായിട്ടും ഞാൻ ഇതിട്ട് കഴിഞ്ഞാൽ ഒരു കോൺസിക്വൻസസ് കിട്ടും. എന്ന് വെച്ചാൽ ഞാൻ 12 കാർഡ്സും കൂടി ഇങ്ങനെ വെച്ചോണ്ടേ ഇരിക്കണം. എന്നാലും നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. റോങ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 12 കാർഡ്സ് കോൺസിക്വൻസസ് ആയിട്ട് കിട്ടും. അപ്പോൾ അത്രയും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൂ. അത്രയും പാടില്ല. ആദ്യം കളിച്ച് വരുമ്പോൾ കുറച്ച് പാടുണ്ടായിരിക്കും, പിന്നെ കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് യൂണോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യം നമ്മൾ യൂണോ കളിക്കുമ്പോൾ ഷഫിൾ ചെയ്യണം. നല്ലോണം ഷഫിൾ ചെയ്യണം. ആദ്യം നമ്മൾ ഇതിന് മിഡിലുള്ള ഒരു പാർട്ട് എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് അല്ലെങ്കിൽ മുകളിൽ അല്ലെങ്കിൽ ബാക്കി വെക്കണം. ഞാൻ മുകളിൽ വെക്കാറുള്ളൂ. മുകളിൽ അല്ലെങ്കിൽ ബാക്കിൽ. മുകളിലല്ലെങ്കിൽ ബാക്കിൽ. ഓക്കെ, മുകളിലോ ബാക്കിലായാലും കുഴപ്പമില്ല. ഓക്കെ, ഞാൻ കുറച്ച് ഷഫിൾ ചെയ്യട്ടെ. ഒരു മാക്സിമം 20-15 ടൈംസ് ഒക്കെ ഷഫിൾ ചെയ്യണം. എണ്ണയിലെങ്കിലും കുഴപ്പമില്ല, കുറേ ദിവസം ഷഫിൾ ചെയ്യണം. പക്ഷെ അല്ലെങ്കിൽ കളി നല്ലോണം പോകത്തില്ല. പിന്നെ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയില് ഞാൻ പുതിയ ചീട്ട് മേടിക്കും. നിങ്ങൾ ചീട്ട് എന്താണെന്നറിയോ? അത് നിങ്ങൾ അടുത്ത വീഡിയോയിൽ കണ്ടുപിടിക്കും. അടുത്ത വീഡിയോയിൽ ഞാൻ ചീട്ട് എന്ന് പറഞ്ഞ ഒരു കാർഡ് പ്ലേയിങ് ഗെയിം ഞാൻ ഇടും. അപ്പം നിങ്ങൾക്ക് എല്ലാം പഠിക്കാം. ഓക്കെ, കുറച്ച് ഷഫിൾ ചെയ്യട്ടെ. ഓക്കെ, ഞാൻ ഷഫിൾ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ഇതങ്ങ് തിരിക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ തിരിയല് ഈ സ്റ്റീമോക്കും എനിക്കും 7 കാർഡ് ഈച്ച് വെക്കണം. ഓക്കെ, നമുക്ക് വയ്ക്കാം. 1 2 1 2 2 3 3 4 4 5 5 6 6 7 നമുക്കറിയാലോ, 6 7 പിന്നെ 7 6 7 6 7 നമ്മൾ എടുക്കും. ഓക്കെ, ഇനി നമ്മൾ എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെ കാർഡ്സ് ഉണ്ടെന്ന് ചുമ്മാ നോക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് ഫസ്റ്റ് ചൂസ് ചെയ്യണം. ഓക്കെ, ഓക്കെ ഓക്കെ പിന്നെ നമ്മൾ കളിക്കുമ്പോൾ നമ്മൾ ഈ വേറൊരു സാധനമുണ്ട്. പിന്നെ നമ്മൾ ഞാൻ പറയാൻ പറഞ്ഞു, ഈ +4 നമ്മൾ കളിക്കുമ്പോൾ
നമ്മൾക്ക് നമ്മുടെ ഒപ്പോണന്റിന് എന്താ ഒരു +4 കാർഡോ അല്ലെങ്കിൽ കളർ ചേഞ്ചിങ് കാർഡ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ചാലഞ്ച് ചെയ്യണം അവരെ. എന്ന് വെച്ചാൽ ഇപ്പൊ ഒരാൾക്ക് ഇപ്പൊ സ്റ്റീമോക്ക് +4 ഉണ്ടെന്ന് വിചാരിക്കും. ഞാൻ അവളെ ചാലഞ്ച് ചെയ്തു. ഞാൻ അവളെ ചാലഞ്ച് ചെയ്തിട്ട് സ്റ്റീമോക്ക് ഉണ്ടെങ്കിൽ ഞാൻ കോൺസിക്വൻസ് അല്ലെങ്കിൽ പെനാൾട്ടി ആയിട്ട് ഞാൻ 12 കാർഡ്സ് എടുക്കണം. അപ്പൊ അത് വേണ്ട സ്റ്റീമോക്ക് +4 ഉണ്ടെങ്കിൽ ഞാൻ 12 കാർഡ് വയ്ക്കണം. ഹവർ സ്റ്റീമോക്ക് 12 കാർഡ് ഇല്ലെങ്കിൽ ഞാൻ എന്താ ഇപ്പൊ പറഞ്ഞ സോറി ഗായ്സ്, ഇപ്പൊ എനിക്ക് മനസ്സിലായ. ഓക്കെ, അപ്പൊ സ്റ്റീമോക്ക് +4 ഉണ്ടെന്ന് വിചാരിക്കും. ഞാൻ ചാലഞ്ച് എടുത്തോട്ട് പറയാം, സ്റ്റീമോക്ക് +4 ഉണ്ടോ ഉണ്ടോ എന്ന് ചാലഞ്ച് ചെയ്യും ഞാൻ. അപ്പൊ സ്റ്റീമോൾ ആ സമയത്ത് എന്നെ ഇതിങ്ങനെ നോക്കി കാണിക്കണം, എന്നെ കാണിക്കണം. അതുകൊണ്ട് സ്റ്റീമോക്ക് +4 ഉണ്ടെങ്കിൽ എന്താ സ്റ്റീമോക്ക് ആ കടവുള്ള സ്റ്റീമോക്ക് +4 ഉണ്ട്. സ്റ്റീമോക്ക് +4 ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പിന്നെ സ്റ്റീമോള് 12 കാർഡ്സ് എടുക്കണം. സ്റ്റീമോക്ക് +4 ഇല്ലെങ്കിൽ ഞാൻ 12 കാർഡ്സ് എടുക്കണം, കോൺസിക്വൻസും അല്ലെങ്കിൽ പെനാൾട്ടി ആയിട്ട്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതെങ്കിലും ഒരാളെ സെലക്ട് ചെയ്യണം. ആരാദ്യം ചെയ്യേണ്ടത്? സ്റ്റീമോൾ ആദ്യം ചെയ്യണം, ഞാൻ ആദ്യം ചെയ്യണം. ഓക്കെ, സ്റ്റീമോൾ ഏതെങ്കിലും കാർഡ് വയ്ക്കും. ഓക്കെ, ആസ് യു ക്യാൻ സീ സ്റ്റീമോൾ ഇത് വെച്ചു, കളർ ചേഞ്ചിങ് കാർഡ്. അപ്പോൾ സ്റ്റീമോൾക്ക് ഏതെങ്കിലും കളർ ചേഞ്ച് ചെയ്യാം. ഏത് കളറായിട്ട് ചേഞ്ച് ചെയ്യണം? ഗ്രീൻ. എനിക്ക് ഗ്രീൻ ആണ്. ഓ, അപ്പൊ ഞാൻ ഒരു ഗ്രീൻ കളർ കാർഡ് വെക്കണം. അപ്പൊ ഞാൻ 3 നമ്പറുള്ള ഒരു ഗ്രീൻ കളർ കാർഡ് ഞാൻ വെച്ചു. ഓക്കെ, നീ വെക്കും. ഒരട്ടല്ല, നീ 3 അല്ലെങ്കിൽ ഗ്രീൻ വെക്കും. ഓ, നീ പിക്കാച്ചോടെ 0 ഗ്രീൻ വെച്ചു അല്ലേ? അപ്പൊ ഞാൻ ഏതെങ്കിലും ഗ്രീൻ വെക്കണം. ഞാൻ ഗ്രീൻ വെച്ചു. സ്റ്റീമോൾ ഏതെങ്കിലും ഗ്രീൻ അല്ലെങ്കിൽ 9 വെക്കണം. വെക്കും. 6 വെച്ചു. 6. ഓക്കെ, അപ്പൊ ഞാൻ കളർ ചേഞ്ചിങ് കാർഡ് വെച്ചു. ഓക്കെ, ഞാനൊരു കളർ ചൂസ് ചെയ്യണം. അപ്പൊ ഞാൻ റെഡ് ചൂസ് ചെയ്യും, ബിക്കോസ് എനിക്ക് റെഡ് ഒക്കെ ഉള്ളതുള്ള. ഓക്കെ, എനിക്ക് റെഡ് കാർഡ് വെക്കും. ഓക്കെ, 2 വെച്ചു. 1 വെച്ചു. ഞാൻ എനിക്ക് റെഡ് വെക്കും. വെച്ചോ റെഡ്. പിന്നെ എനിക്ക് റെഡ് വെക്കും. 0. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. നമ്മൾക്ക് 2 കാർഡ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ പറയട്ടെ അവരോട്. 2 കാർഡ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഒരെണ്ണം എടുത്തിട്ട് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാർഡ് മാത്രം കൂടെ ഉണ്ടെങ്കിൽ യൂണോ എന്ന് പറയണം. യൂണോ എന്ന് പറഞ്ഞില്ലെങ്കിൽ കളി ഡ്രോ. ആ പറഞ്ഞ ആള് ജയിച്ചു കഴിഞ്ഞാൽ കളി ഡ്രോ ആവും. ഞാൻ അങ്ങനെയാ കളിക്കുന്നത്. നീ യൂണോന്ന് പറഞ്ഞു, പക്ഷെ കളി കഴിഞ്ഞില്ല. ഓക്കെ, ഞാൻ വെക്കട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ സ്റ്റീമോള് ആ റെഡ് വെച്ചെന്ന് വിചാരിക്കുക. ഇപ്പൊ എനിക്ക് ഈ റെഡ് ഇല്ലാന്ന് വിചാരിക്കുക. എനിക്ക് 4ന്റെ ബ്ലൂ മാത്രമേ ഉള്ളൂ.
അപ്പം ഞാൻ അവിടുന്ന് എടുക്കണം. അവിടുന്ന് എടുത്ത് എനിക്ക് 5 കാർഡ്സ് അവിടുന്ന് എടുത്ത് തിരിച്ചു വയ്ക്കണം. 5 കാർഡ്സ് എടുത്തിട്ട് എനിക്ക് കിട്ടിയില്ലെങ്കിൽ സ്റ്റീമൺ ഒന്നുകൂടെ ചെയ്യണം. ഹൗഎവർ എനിക്ക് 5 കാർഡ്സിൻ്റെ ഉള്ളിൽ എനിക്ക് ഒരു റെഡ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അത് വയ്ക്കണം. അല്ലെങ്കിൽ അത് വെച്ചിട്ട് സ്റ്റീമോളുടെ ടേൺ ആക്കണം. ഓക്കെ ഇനി ഞാൻ ചെയ്യട്ടെ. ഓക്കെ പ്ലസ് 4. ഓക്കെ ഇനി സ്റ്റീമോൾ എനിക്ക് റെഡ് വയ്ക്കാം. റെഡ് ഉണ്ടോ? ഓ അപ്പൊ സ്റ്റീമോൾക്ക് കാർഡില്ലല്ലോ. അപ്പൊ സ്റ്റീമോൾ ജയിച്ചു. അപ്പൊ ഞാൻ ജയിച്ചില്ല, സ്റ്റീമോളാണ് ജയിച്ചത്. ഓക്കെ അപ്പൊ നമുക്ക് ഒന്നുകൂടെ കളിച്ചാം. ഓക്കെ നീ എല്ലാം എടുത്ത് വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ കളിക്കാം. കളിക്കാം. ഓക്കെ നമുക്ക് ഷഫിൾ ചെയ്യാം. ഷഫിൾ ചെയ്യണം. ഇതാണ് കുഴപ്പമില്ല. സ്റ്റീമോളൊന്ന് പറഞ്ഞു. ഞാനൊരു എന്താ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. യെസ് സ്റ്റീമോൾ പറഞ്ഞ കറക്റ്റാ. നിങ്ങളെല്ലാവരും ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നമുക്ക് ടോട്ടലി 90 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. നിങ്ങൾ നല്ലോണം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് 100 ആക്കണം. പക്ഷെ ഒരു സാഡ് ന്യൂസ് ഉള്ളത്, നന്നു റോക്സ് നിങ്ങൾക്ക് അറിയാലോ. നന്നു റോക്സ് 102 സബ്സ്ക്രൈബേഴ്സിലായി. ഇനി അവനെ തോൽപ്പിക്കണം നമ്മൾക്ക്. തോൽപ്പിക്കണം നമ്മൾക്ക്. ഓക്കെ ഇനി നമ്മൾ അടുത്ത ഒരു ചാലഞ്ച് ഉണ്ടാക്കാൻ പോകുന്നു. 500 സബ്സ്ക്രൈബേഴ്സ്. ഓക്കെ 500 സബ്സ്ക്രൈബേഴ്സ്. ആ സബ്സ്ക്രൈബേഴ്സ് ആരാ ജയിക്കുന്നത് ആരാദ്യം കിട്ടുന്നത് അവർ ജയിക്കും. ഓക്കെ അപ്പൊ നമ്മൾ ടോക്ക് ചെയ്ത് കഴിഞ്ഞ പിന്നെ മറ്റേ എന്താ ഇത് കഴിഞ്ഞു. നമുക്ക് നോക്കാം. നോക്കിച്ചോ പാര ജയിക്കുന്നു. നമുക്ക് നോക്കാം. ഓക്കെ ഷഫിൾ ചെയ്താണ്ട് നമുക്ക് കളിക്കാം. 1 2 3 4 5 6 7 പിന്നെ ബൈ ദ വേ ഗൈസ് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. ഓക്കെ പിന്നെ എന്താ നമ്മൾ ഇത് 5 റൗണ്ട്സ് ആയിരിക്കും നമ്മൾ കളിക്കാൻ പോകുന്നത്. ഓക്കെ അപ്പൊ സ്റ്റീമോളല്ല ആദ്യം വെച്ചേ. അപ്പൊ ഞാൻ ആദ്യം വെക്കണം. ഓക്കെ ഞാൻ ആദ്യം വെക്കണം. ഓക്കെ അല്ലല്ല ഞാൻ ആദ്യം വെക്കണം. ഓക്കെ ആദ്യം ഞാൻ ഈ സ്കിപ്പ് കാർഡ് വെച്ചു. അപ്പൊ സ്റ്റീമോൾ ചെയ്യാൻ പറ്റൂല. ഇനി ഞാൻ അവിടെ ചെയ്യണം. +2 വെച്ചു. അപ്പൊ സ്റ്റീമോൾ ഇവിടുന്ന് 2 കാർഡ് വെക്കണം. 1 2. ഓക്കെ ഇനി സ്റ്റീമോൾ ഏതെങ്കിലും ബ്ലൂ അല്ലെങ്കിൽ +2 ഇടണം. ബ്ലൂ അല്ലെങ്കിൽ +2. ഓ സ്റ്റീമോൾ +2 ഇട്ടു. അപ്പൊ സ്റ്റീവ് വെക്കണം. ഓ അപ്പൊ സ്റ്റീവ് വെക്കാം. അപ്പൊ ഞാൻ വെക്കണം. സ്റ്റീവ് ബ്ലൂ വെക്കണം. ബ്ലൂ അതോ യെല്ലോ വെക്കണം. അല്ല ഞാൻ ഇനി ഗ്രീൻ വെക്കണം. ഓക്കെ ഗ്രീൻ വെച്ചു. അപ്പൊ സ്റ്റൂഡിക്ക് +4. ഓക്കെ ഞാൻ വെക്കണം. പിന്നെ കളിക്കുന്ന നേരത്ത് മറ്റുള്ളവരെ ഇങ്ങനെ വെക്കണം. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെ വെച്ചാൽ മതി. എനിക്ക് പറ്റുന്നോണ്ട് ഇങ്ങനെ വെച്ചാൽ മതി. അങ്ങനെ ആരെ കാണിക്കാൻ പാടില്ല. ആരെ അങ്ങനെ കാണിക്കാൻ പാടില്ല. ഓക്കെ നീ ഗ്രീൻ വെക്ക്. അത് നമ്മുടെ ഒപ്പോണന്റിനെ കാണിക്കാൻ പാടില്ല. ഓക്കെ നേരെ വെക്കും. ഗ്രീൻ ഗ്രീൻ ഇല്ല.
വെച്ചു. അത് നമുക്ക് ഒന്നും കിട്ടിയില്ല, ഗ്രീൻ കിട്ടിയില്ല. അപ്പൊ ഞാൻ ഒന്നും കൂടെ വെക്കണം, ഏതെങ്കിലും കാർഡ്. ഓക്കെ, ഈ കാർഡ് വെക്കണം ഒന്നും കൂടെ. അപ്പൊ ഞാൻ +4 വെക്കും. അപ്പൊ നമ്മൾ 4 കാർഡ്സ് വെക്കണം. 1 2 3 4. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ കണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റീമോക്ക് പിന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഒന്നോട് ചെയ്യണം. പിന്നെ ഗ്രീൻ വെച്ചു. അപ്പോൾ സ്റ്റീമർ ഏതെങ്കിലും ഗ്രീൻ അല്ലെങ്കിൽ 5, ഗ്രീൻ അല്ലെങ്കിൽ 5 വെക്കണം. ഓക്കെ, 5. 5 അടിപൊളി. എനിക്കും 5 ഉണ്ട്. എനിക്ക് ഓക്കെ, ഏതെങ്കിലും യെല്ലോ അല്ലെങ്കിൽ 5 വെക്കാം. സ്റ്റീം യെല്ലോ എനിക്കുണ്ട്. ഓക്കെ, അത് വെക്കാം. എനിക്ക് യെല്ലോ ഉണ്ട്. ഓക്കെ, എനിക്ക് അത് വെക്കാം. ഓക്കെ, അപ്പൊ ഞാൻ പിക്കച്ചു വെക്കാം. ഓക്കെ, എനിക്ക് യെല്ലോ കിട്ടി. അയ്യോ, യെസ്. അപ്പൊ എനിക്ക് യെല്ലോ കിട്ടി. നമ്മൾ കാണിച്ചാൽ ഏതെങ്കിലും അത് വെക്കും, കുഴപ്പമില്ല. ശരിയല്ലോ അല്ലേ? കണ്ടോ, ഇപ്പൊ എനിക്ക് ബ്ലൂ ആ. അപ്പൊ ഞാൻ വെക്കണം 1 2 3. കുഴപ്പമില്ല, ബിക്കോസ് എനിക്ക് കളർ ചേഞ്ച് കാർഡ് കിട്ടും. അപ്പം എനിക്ക് കളർ ചേഞ്ച് ചെയ്യാം. കളർ ചേഞ്ച് ടു റെഡ്. എനിക്ക് റെഡ് വയ്ക്കും. ഞാൻ ഇത് വെച്ചു. പിന്നെ ഞാൻ നമ്മുടെ ഇത് വെച്ചു +2. +2 കാർഡ് വയ്ക്കും. യുണോ ഓക്കെ, നമ്മൾ ഏതെങ്കിലും കാർഡ് വയ്ക്കാം. ബ്ലൂ വയ്ക്കും. ബ്ലൂ അല്ല, റെഡ് അല്ലെങ്കിൽ +2. 8. എനിക്ക് 1 ആയിരുന്നു. അപ്പം എനിക്ക് പറ്റത്തില്ല. 1 2 3 4 5. എനിക്കിത് കണ്ടോ, റെഡ് കിട്ടി. അപ്പം ഞാൻ വെച്ചു. നമ്മൾ ഏതെങ്കിലും 6. അത് 6 കുഴപ്പമില്ല. 6 7 almost 6 7. ഓക്കെ, സാരി. പിന്നെ പുറത്ത് പിള്ളേരൊക്കെ ഓക്കെ കളിക്കാൻ. വെയിറ്റ് 6 ആയിട്ട് 6 വെച്ചു. അല്ല, 7 വയ്ക്കാൻ പറ്റത്തില്ല. സ്റ്റീമോട് ഏതെങ്കിലും ഗ്രീന് വെക്കണം. ഗ്രീൻ ഇല്ല. ഗ്രീൻ അല്ലെങ്കിൽ 6 വയ്ക്കും. 6 ഉണ്ടാവുന്നു. 6 ഞാൻ പറഞ്ഞില്ല ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, കിട്ടി 6. അപ്പോൾ എനിക്ക് ബ്ലൂ ഉണ്ടല്ലോ, ആ 1 ഓർക്കുന്നില്ല. അപ്പോൾ ആ 1 വയ്ച്ചു. അപ്പൊ ഞാൻ 6 വെക്കണം. അല്ല, ബ്ലൂ അല്ലെങ്കിൽ 1. ബ്ലൂ. അപ്പോൾ ഇതെനിക്ക് ഗ്രീൻ ഒക്കെ ഉണ്ട്, ബ്ലൂ ഇല്ല. അപ്പോൾ എനിക്ക് വയ്ക്കാം 1 2 3 4. ഓക്കെ, അപ്പോൾ എനിക്ക് ബ്ലൂ കിട്ടി. അപ്പോൾ ഞാൻ അത് വയ്ക്കണം. പിന്നെ ഒന്നുകൂടെ എനിക്ക് ഇത് വയ്ക്കാം. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് എനിക്ക് ഒന്നുകൂടെ ഇത് വയ്ക്കാം. അത് ഓൾറെഡി പറഞ്ഞില്ലേ, കുഴപ്പമില്ല. കമന്റ് ചെയ്യണം. ഓക്കെ, പിന്നെ ഞാൻ ഇത് വെച്ചു. ഞാൻ ബ്ലൂ വെക്കണം. ബ്ലൂ അല്ല, ഗ്രീൻ അല്ലെങ്കിൽ 1. ഗ്രീൻ ഇല്ല. ഗ്രീൻ അല്ലെങ്കിൽ 1. ഗ്രീൻ അല്ല എന്നൊക്കെ തോന്നുന്നു. വേണ്ട നോക്കണ്ട, തിരിച്ച് നോക്കണ്ട. 1 2 3 4. അത് വണ്ണില്ല. ഓക്കെ, ഞാനും 1 കിട്ടി. യെസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഏതെങ്കിലും 1 അല്ലെങ്കിൽ ഗ്രീൻ വയ്ക്കും. 1 അല്ലെങ്കിൽ ഗ്രീൻ വെച്ചാൽ 1 ഗ്രീൻ ഇല്ല. 1 ഗ്രീൻ ഇല്ല. അത് വയ്ക്കാം. അപ്പം എനിക്ക് 8 കിട്ടി. അപ്പം എനിക്ക് വയ്ക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എടുക്കണം. യെസ്, 5. സ്റ്റീമർ 5 വരച്ചത്. അപ്പം ഞാൻ 5. യൂണോ. ഓക്കെ, സ്റ്റീമർ ഏതെങ്കിലും യെല്ലോ അല്ലെങ്കിൽ 8 വയ്ക്കണം. സോറി, യെല്ലോ അല്ലെങ്കിൽ ബ്ലൂ. അല്ലല്ല, സോറി ബ്ലൂ അല്ല. ബ്ലൂ അല്ലെങ്കിൽ 5. ബ്ലൂ അല്ലെങ്കിൽ 5.
3 വെച്ച് പിന്നെ യെസ് ഞാൻ 6 വെച്ചു. ഇവിടെ ഇവിടെ ഓക്കെ നമ്മൾ ഏതെങ്കിലും ബ്ലൂ വയ്ക്കും. 9 പിന്നെ 1 പിന്നെ യെസ് എനിക്ക് കിട്ടി 9. ഓക്കെ ഏതെങ്കിലും ഗ്രീൻ അല്ലെങ്കിൽ 9 എനിക്ക് ഗ്രീൻ ഇല്ല. നോക്കട്ടെ ഗ്രീൻ ആവുന്നുണ്ട്. ഇതെൻ്റെ സിസ്റ്റർ ആയതുകൊണ്ടല്ല ഞാൻ ചുമ്മാ നോക്കുന്നത്. അവൾക്ക് അത്രയും അറിയത്തില്ല. ഓക്കെ ഇല്ല ഇല്ല. ഓക്കെ അപ്പോൾ സ്റ്റീമോൾ എടുക്കണം. 1 അപ്പോൾ എനിക്കില്ല. യെസ് ബ്ലൂ 2 കിട്ടി. ഓക്കെ സ്റ്റീമോൾ ഏതെങ്കിലും 2 അല്ലെങ്കിൽ ബ്ലൂ ആക്കി 2. പിന്നെ 2 കിട്ടി. പിന്നെ എനിക്ക് 2 കിട്ടി. ഓക്കെ സ്റ്റീമോൾ ഏതെങ്കിലും 2 അല്ലെങ്കിൽ യെല്ലോ. ഗുഡ്. എനിക്ക് യെല്ലോ കിട്ടി. ഇവിടെ ഓക്കെ സ്റ്റീമോൾ ഏതെങ്കിൽ യെല്ലോ അല്ലെങ്കിൽ 4 വയ്ക്കും. യെല്ലോ അല്ലെങ്കിൽ 4 ഉണ്ടല്ലോ റിവേഴ്സ് കാർഡ്. അത് വയ്ക്കും. ഓക്കെ ഒന്നോടെ വയ്ക്കുക കേട്ടോ. ഇതോ അല്ലല്ല വേണ്ട അത് വയ്ക്കും. 9. അപ്പോൾ എനിക്ക് 8 ആയിരുന്നു കിട്ടില്ല. 8 ഏതെങ്കിലും 8 അല്ലെങ്കിൽ യെല്ലോ വയ്ക്കും. വയ്ക്കും ഒന്നോടെ വയ്ക്കും. യെസ് എനിക്ക് റെഡ് ആയിരുന്നു. നമ്മൾ റെഡല്ല. അപ്പം ഞാൻ ജയിച്ചു. അപ്പം ഇപ്പം ടൈ ആണ്. 1-1 ടൈ ആണ്. ഓക്കെ കുഴപ്പമില്ല സാരമില്ല. നമ്മൾ ജയിക്കുകയും ചെയ്യും പോക്കുകയും ചെയ്യും അല്ലേ. വിഷമപ്പെടണ്ട. ഓക്കെ എല്ലാവരും സ്റ്റീമോളെ കാണുന്ന അപ്പോൾ വിഷമപ്പെടല്ലേ കേട്ടോ. സാരമില്ല സ്റ്റീമോളെ ജയിക്കും. ഓക്കെ ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞു. ഇനി നമ്മൾ തേർഡ് റൗണ്ടിലോട്ട് പോകാൻ പോവാം. ഓക്കെ തേർഡ് റൗണ്ടിലോട്ട് ഞാൻ സ്റ്റീവ് ചോദിച്ച ഞാനല്ല ചോദിച്ച. പ്രാവശ്യം നല്ലോണം അപ്പോൾ സ്റ്റീമോൾക്കും എനിക്കും 2 പേർക്കും. ഓക്കെ മതി. 1 1 2 2 3 3 അല്ല 4 4 5 5 6 6 7 7. ഓക്കെ നമുക്ക് ആലോചിക്കുന്നത് നോക്കാം. ഓക്കെ ഞാൻ സ്റ്റീമോൾ എനിക്ക് ഞാൻ ഗ്രീൻ വയ്ക്കാം. ഗ്രീൻ. ഓക്കെ ഈ റൗണ്ട് ഞാൻ സ്റ്റീമോളെ ചാലഞ്ച് ചെയ്യുന്നുണ്ട്. 4+4 ഉണ്ടോന്ന്. +4 ഉണ്ടോന്ന്. ഓക്കെ സ്റ്റീമോൾ എന്നെ കാർഡ് കാണിക്കണം. +4 ഉണ്ടോ നോക്കാം. പ്ലീസ് ഉണ്ടാവണേ. അയ്യോ സ്റ്റീമോൾക്ക് +4 ഇല്ല. അയ്യോ അപ്പം ഞാൻ 12 കാർഡ്സ് വയ്ക്കണം. 1 2 3 4 5 6 7 8 9 10 11 12. സോ അപ്പം ഞാൻ 1 വായിക്കണം. ഞാൻ വേണം. എനിക്ക് പിന്നെ ഓക്കെ പിന്നെ അപ്പം ഞാൻ വായിക്കണം. മൈ ഗോഡ്. നിനക്ക് 2 അല്ലേ ഉള്ളേ. അപ്പം ശരിയാക്കി തരാം. 0 വെച്ച്. അല്ല പറ്റൂല. അത് പറ്റൂല. യെല്ലോ അല്ലേ. ഞാൻ വെച്ചോളാം. +2 വയ്ക്കും. അപ്പം എനിക്ക് +2 വയ്ക്കും. 1 2. ഓക്കെ ഞാൻ വയ്ക്കണം. ഓക്കെ ഞാൻ ഏതെങ്കിലും ബ്ലൂ വയ്ക്കണം. ഓക്കെ ഇത് വെച്ചു. ഒന്നോടെ വയ്ക്കട്ടെ. ഓക്കെ ഇത് വെച്ചു. ഒന്നോടെ വയ്ക്കട്ടെ. പിന്നെ ഇത് വെച്ചു.
പിന്നെ ഇത് വെച്ചു. ഓക്കെ, നമ്മൾ ഏതെങ്കിലും വെക്കാം. ഇതാണ് 5 ആണ്. ബ്ലൂ ബ്ലൂ ഇല്ല. ബ്ലൂ ഇല്ല. 1 2 3 അത് വയ്ക്കും. 3 അല്ല അത് വയ്ക്കും. ഓക്കെ, 3 എന്നോ 3 അല്ലെങ്കിൽ 3 ഇല്ല. 3 യെസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്നാ ഏതെങ്കിലും 3 അല്ലെങ്കിൽ യെല്ലോ വയ്ക്കും. 3 അല്ലെങ്കിൽ യെല്ലോ വയ്ക്കും. 3 ഇല്ല. എനിക്ക് യെല്ലോ വയ്ക്കും. യെല്ലോ. ഓക്കെ, എനിക്ക് യെല്ലോ വയ്ക്കും. ഇതെന്ത് നിനക്ക് 3 ഉണ്ട്. അപ്പൊ ഇത് വെച്ചാണ് ഞാൻ ഓക്കെ, ഇത് വെക്കണം. ഇത് വെക്കണം. അപ്പൊ എല്ലാം വെച്ചാൽ യൂണ വെക്കണം. എല്ലാം വെച്ചാൽ ജയിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതെങ്കിൽ യെല്ലോ അല്ലെങ്കിൽ 7 ആക്കി. യെല്ലോ. 7 ഇല്ല. ഏതെങ്കിൽ ബ്ലൂ വയ്ക്കാം. ബ്ലൂ ഇല്ല. 1 അല്ലല്ല 1 2 3 4 5 പിന്നെ +2 1 2 ഞാൻ +2 എനിക്കറിയാം. അപ്പം ഞാൻ +2 വെച്ചു. ഫസ്റ്റ് നമ്മൾ +2 വെക്കണം. 1 2 ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ഏതെങ്കിലും ഗ്രീൻ വയ്ക്കാം. 1 ഗ്രീൻ. ഓക്കെ, ചെയ്യാം. അപ്പൊ ഞാൻ 4 വെച്ചു. അല്ല, വെയിറ്റ്. നിനക്ക് ഗ്രീൻ ഇല്ലായിരുന്നു അല്ലേ? നിനക്ക് ഗ്രീൻ ഉണ്ടായിരുന്നു നോക്കട്ടെ. ഗ്രീൻ ഉണ്ടായിരുന്നു. ഗ്രീൻ ഉണ്ടെങ്കിൽ ഗ്രീൻ ഇല്ലായിരുന്നു. അപ്പം നമുക്കത് യൂസ് ചെയ്യാം. 1 2 3 4 നമ്മൾ ഒന്നോടെ ചെയ്യണം. ഒന്നോടെ വെക്കണം ഏതെങ്കിലും. ഞാൻ വെച്ചു. ഓക്കെ. ഇത് വെക്കണം. അല്ലല്ലോ, ഇത് വെക്കണം. ഞാൻ വെക്കണം. 7 ഇത് വെച്ചു. അതെങ്കിലും വയ്ക്കാം. വയ്ക്കാം. യെല്ലോ. 4 വയ്ക്കാം. യൂണ. നമ്മൾ 1 more time ചെയ്യണം. അല്ലല്ല നിനക്ക് ഉണ്ടല്ലോ. എല്ലാം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഫസ്റ്റ് നമ്മൾ ജയിച്ചു. പിന്നെ ജയിച്ചു. ഞാൻ പറഞ്ഞില്ല ഞാൻ ജയിക്കുമെന്ന്. ഞാൻ ജയിച്ചു. അപ്പൊ ആദ്യത്തെ റൗണ്ട് നമ്മൾ ജയിച്ചു. പിന്നെ ഉള്ള റൗണ്ട് ഞാൻ ജയിച്ചു. 1-1 ആയി. എന്നിട്ട് ഇതിന് മൂന്നാമത്തെ റൗണ്ട് ഞാൻ ജയിച്ചു. 1-1 ആയി. അല്ല, മൂന്നാമത്തെ റൗണ്ട് നമ്മൾ ജയിച്ചു. അപ്പൊ 2-1. ഓക്കെ, 2-1. നാലാമത്തെ റൗണ്ട് 2-1. നാലാമത്തെ റൗണ്ട് നോക്കി. അയ്യോ പറ്റിയല്ലോ. മാറ്റി വെക്കാതാ. മാറ്റി വെക്കോ. അതാന്നു. പക്ഷെ അത് മാറ്റി വെക്ക്. അത് കണ്ട് ഇത് മാറ്റി വെക്ക്. അതാണ് പ്രശ്നം. ഓക്കെ, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഓക്കെ. ചെയ്തില്ലെങ്കിൽ നന്നു റോക്സ് അങ്ങനെയൊക്കെ ജയിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, എനിക്ക് 90 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. വെൽ ഡൺ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ അത്രയെങ്കിൽ കിട്ടിയെന്ന്. അപ്പൊ 10,000 നമ്മൾ അത്ര ആയില്ലല്ലോ. നമ്മൾ 100 ആയുള്ളൂ. 100 അല്ല, നമ്മൾ 90 ആയുള്ളൂ. അപ്പൊ നന്നൂസ് ജയിച്ചു. ഫസ്റ്റ് നമ്മൾ ജയിച്ചു. ഇനി അടുത്ത റൗണ്ട് നമുക്കുണ്ട് 500 സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ ആരാദ്യം എത്തുന്നത്? ഞാൻ അടുത്ത പ്രാവശ്യം അവൻ്റെ അടുത്ത് പറയാം
500 സബ്സ്ക്രൈബറിൻ്റെ അടുത്ത് ആര് ജയിക്കുന്നു അവർ ആരെ പറ്റുന്ന അവർ ജയിക്കും. ഓക്കെ, നമുക്ക് തുടങ്ങാം. 1 1 2 2 3 3 4 4 5 5 6 6 7 7. ഓക്കെ. ഓക്കെ, ഞാൻ അത് വിളിക്കാം. ശരി, ഓക്കെ, ഞാൻ അത് വിളിക്കാം. ഇത് വെച്ചു, ഇത് വെച്ചു. +2 എടുക്കണം. 1 2 ഏതെങ്കിലും +2 അല്ല +2 1 2. അപ്പോൾ ഏതെങ്കിലും റെഡ് ഇടണം. +2 അതിടാൻ പറ്റത്തില്ല. ഞാൻ എന്നെ ഇട്ടാണല്ലേ. ഞാൻ കളർ ചേഞ്ച് ചെയ്യട്ടെ. കളർ ചേഞ്ച് ടു റെഡ്. റെഡ് 4 3 6. ഏത് കളറാണ് ചൂസ് ചെയ്യണ്ടേ? കളർ ചേഞ്ച് റെഡോ? മാർച്ച് ഞാൻ +2 വയ്ക്കാൻ പറ്റില്ല. അത് യെല്ലോ അല്ലേ? റെഡ് അല്ലെങ്കിൽ 3 ഉണ്ടോ? ഇത് വയ്ക്കാം. 3 എനിക്ക് ഗ്രീൻ ഇല്ല. അപ്പം ഞാൻ +4 വയ്ക്കാം. +4 1 2 3 4. ഓക്കെ, ഞാൻ ഏതെങ്കിലും വെക്കട്ടെ. 1 വയ്ക്കാം. ഹ്യൂണോ? ഓക്കെ, നമ്മൾ ഏതെങ്കിലും ബ്ലൂ വയ്ക്കും. എനിക്കില്ല. ഹ്യൂണോ? ഏതെങ്കിലും ബ്ലൂ. ഒന്നുകൂടെ വയ്ക്കും. +2 1 2. ഓക്കെ, ഞാൻ വെക്കണം. വെച്ചു. ഓക്കെ, ഓക്കെ, നല്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഏതെങ്കിലും യെല്ലോ വയ്ക്കും. യെല്ലോ ഉണ്ട്. എനിക്ക് പിന്നെ 1 2 പിന്നെ 1 ഞാൻ പറഞ്ഞില്ലേ എനിക്ക് 1 പിന്നെ ഏതെങ്കിലും വയ്ക്കും. ഞാൻ യെല്ലോ വയ്ക്കാം. ഏതെങ്കിലും യെല്ലോ. ഓക്കെ, ഞാൻ വെക്കട്ടെ. 4 കാർഡ് വെക്കട്ടെ. എന്നിട്ട് അപ്പൊ ഞാൻ ബ്ലൂ വെക്കണം. ബ്ലൂ അല്ലേ? ഗ്രീൻ വേണം. അപ്പൊ ഞാൻ ഗ്രീൻ വെച്ചു. അത് വയ്ക്കാം. എനിക്ക് പറ്റൂല. അപ്പൊ സ്റ്റ്യൂട്ടയ്ക്ക് പറ്റൂല. 2 3 അപ്പൊ പറ്റൂല. അപ്പൊ എനിക്ക് ഇതും ഗ്രീനും ഓക്കെ, സ്റ്റിയാമോള് വെക്കണം. കിട്ടി. 1 ഓക്കെ 0 എനിക്ക് കിട്ടി. നമ്മൾ ഏതെങ്കിലും ബ്ലൂ വെക്കും. ഞാൻ ജയിച്ചു. നമ്മൾ 3 ടൈംസ് ചെയ്തു. 3 1 ആയി. 3 1 ആയി. 3 1 ആയി. അപ്പൊ ഇനി 5th റൗണ്ട് കളിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഇതായിരുന്നു ഫൈനൽ റൗണ്ട്. അപ്പൊ ഓക്കെ, ഇനി ആക്ച്വലി 5 റൗണ്ട്സ് ഉണ്ടായിരുന്നു. പക്ഷെ ആക്ച്വലി 4 റൗണ്ട്സ് ആയിരുന്നു. ബിക്കോസ് സ്റ്റിയാമോള് 3-1 സ്റ്റിയാമോൾക്ക് 1 പോയിന്റ് കിട്ടിയില്ല ഇപ്പൊ. അപ്പൊ 3-1 ആയില്ലേ. അപ്പൊ ഞാൻ ഇനി അടുത്ത റൗണ്ടിൽ ജയിച്ചാലും സ്റ്റിയാമോള് ജയിച്ചാലും സ്റ്റിയാമോളെ ജയിക്കത്തുള്ളൂ.
അപ്പോൾ കാര്യമില്ലല്ലോ കളിച്ച്. അപ്പം അതായിരുന്നു ഫൈനൽ റൗണ്ട്. ഓക്കെ, അപ്പോൾ ഐ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. പിന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നല്ലു റോക്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് 500 സബ്സ്ക്രൈബേഴ്സും കിട്ടണം. നമ്മുടെ പുതിയ ചാനലല്ല ഞാൻ പറഞ്ഞ, ഇത്രയും പെട്ടെന്ന് 500 സബ്സ്ക്രൈബേഴ്സ് കിട്ടണം. അപ്പോൾ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.